ചെറിയൊരു കൂടെ സോഡ. അപ്പം നമ്മളിന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ബൈക്സ് റാൻഡറിൻ്റെ മറ്റൊരു ഡേ ആയിട്ടാണ് പോകുന്നത്. ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിലും കാര്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളെ വണ്ടിയിലും കാര്യം തന്നെ കണ്ടുപിടിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി എൻ്റെ ഒരു വണ്ടിയും കാര്യം തന്നെ കളഞ്ഞു എന്നും പറഞ്ഞ് ഞാൻ ഇന്നലെ അഭിഷേകിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിഷേകിനെ ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇവിടെ നിന്നാണ് ഞാൻ കോളിങ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു അവനെ ഒരു ഹാക്കറാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞു ഒന്ന് ഹാക്ക് ചെയ്തിൻ്റെ ലംബോർഗിനി ഉറൂസ് ഒന്ന് കണ്ടുപിടിച്ചേടാണ്. അപ്പോൾ അവൻ ആ ഒരു ഹാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമ്മളെ വണ്ടികളും മുമ്പിൽ ഒന്ന് കിടന്നു ഗൈസ്. അതുകൊണ്ട് നമുക്ക് പകുതി വണ്ടികൾ കാണാതെ വണ്ടികൾ കളർ മാറി ഗൈസ്. എനിക്കത് മുമ്പിൽ ഒന്നും തനിയെ അപ്രതീക്ഷിതമായിട്ട് അത് ഇപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അത് ജസ്റ്റ് ഒന്ന് വന്നൊന്ന് ഇങ്ങോട്ടൊന്ന് ഒരൊറ്റ വരക്കത്തിന് തന്നെ ഞാൻ അങ്ങ് പേടിച്ച് ഞാൻ പിന്നെ തല ഇറങ്ങി ഞാൻ ഒരു പ്രത്യേക ഒരു അവസ്ഥയിലായിപ്പോയി. എന്നിട്ട് ഈ ഒരു കാര്യം തന്നെ ആരാണ് ചെയ്തതെന്ന കാര്യം തന്നെ നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ ചെയ്തത് എന്താണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ കുറേ വണ്ടികൾ പക്ഷേ അങ്ങനത്തെ ഉള്ള വണ്ടികൾ നിൻ്റെ വണ്ടികൾ തിരിച്ച് റഡാറിൽ കാണിക്കുന്നുണ്ടല്ലോ ബുഗാട്ടി വീറ്റും. അപ്പോൾ ആ വണ്ടികളൊക്കെ അവർ പൊട്ടിച്ച് കളഞ്ഞാണ്. അപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത് ഏതോ ഒരു കള്ളനും പിന്നെ കള്ളനായിരിക്കും. കള്ളൻ്റെ കൂടെ തന്നെ പിന്നെ ഒരു ഗോസ്റ്റും ഉണ്ട് ഗൈസ്. ആ ഗോസ്റ്റിന് ഏത് വണ്ടി നശിപ്പിച്ച് കഴിഞ്ഞാലും ആ വണ്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരു സൈഡിലായിട്ട് ഇത് വണ്ടികൾ വെച്ചൊക്കെയാണ് ഗൈസ്. അവനിത് ദുഷ്ടത്തരം മാത്രം ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു ആത്മാവിനെ പിടിച്ചവൻ ദുഷ്ടയാക്കിയിട്ട് അങ്ങനെ അവൻ ചെയ്തതാണ് ഗൈസ് പരിപാടിയൊക്കെ. പിന്നെ നമ്മൾക്കൊരു KTM കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഞാൻ നോക്കി ഇന്നലെ കൂടെ നോക്കിയപ്പോൾ തന്നെ ഞാൻ തല ഇറങ്ങി അങ്ങ് വീണു ഗൈസ്. എൻ്റെ എന്തൊരു ഒരു എബിലിറ്റി എന്നെ അങ്ങ് പിടിച്ചതുപോലെയാണ് ഗൈസ്. പിന്നെ ഞാൻ ഇന്നലെ ഇവിടെ കയറാനാണല്ലോ ഉറങ്ങിയത്. അവിടെ നമ്മളെ ഡിഫൻഡറൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു മോഡിഫിക്കേഷനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഡിഫൻഡറാണ്. പിന്നെ ഇതിൻ്റെ കളറൊക്കെ മാറ്റി ഇത്രയും വണ്ടി വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പുതിയ ഞാൻ ഇതുവരെ ഞങ്ങളെ കാണിച്ചിട്ടില്ലാത്തൊരു വണ്ടിയാണ് മെർസിഡീസ് AMG. അപ്പോൾ നമ്മൾ ഈ AMGയിലാണ് നമ്മൾ പോകാൻ വേണ്ടി കാര്യം തന്നെ പോകുന്നത്. നമ്മൾ സെറ്റപ്പ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ 1 മില്യൺ പക്ഷേ 1K സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾ ആക്കി തന്ന മക്കളെ ഞാൻ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ പ്ലഗിനകത്ത് എങ്ങനെ ഉപയോഗിക്കാനും പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗെയിമിൻ്റെ അകത്ത് എല്ലാ ചീറ്റ് കോഡ്സും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. മറിച്ച് 2K ആണെങ്കിൽ ഇന്ത്യൻ ലെഫ്റ്റ് ഓട്ടോ സിമുലേറ്ററിൻ്റെ അകത്ത് ITA മെനുവിൻ്റെ പ്ലഗിൻ്റെ അകത്ത് എങ്ങനെയാണ് കയറി തരണം. ഇന്ത്യൻ ലെഫ്റ്റ് ഓട്ടോ സിമുലേറ്ററിൻ്റെ അകത്തുള്ള എല്ലാ വിധത്തിലുള്ള കാർസിനെ നമ്മൾ കാണിച്ചു തരും ഗൈസ്. എങ്ങനെയുണ്ട്? അപ്പോൾ ഒരു വണ്ടിയുടെ ലൊക്കേഷൻ അവനൊന്ന് അയച്ചു തരാനാണ് ഗൈസ് പറഞ്ഞിട്ടുള്ളത്. ലംബോർഗിനി ഉറൂസ് അവനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ളവരത്തൊക്കെ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ അവർക്ക് വല്ലതൊന്നും അറിയാനാണ് സാധിച്ചിട്ടുണ്ടെങ്കിലോ നമുക്കറിയത്തില്ലല്ലേ, ചിലപ്പോൾ ക്ലൂ അങ്ങനെ കിട്ടിയാലോ. ചേട്ടാ ഇതെനിക്ക് അറിയാവുന്നൊരു ചേട്ടനാണ് രാഹുൽ ചേട്ടൻ. പുള്ളിക്കാരൻ ബിസിനസ്സൊക്കെ കഴിഞ്ഞിട്ട് പോകണേണ്. ചേട്ടാ എൻ്റെ മറ്റേ ബുഗാട്ടി ചിറോ ഉണ്ടല്ലോ ഞാൻ പുതിയതായിട്ട് വാങ്ങിയോ പുള്ളിക്കാരൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ നിങ്ങൾ ആ വണ്ടിയും കാര്യം തന്നെ ഇന്നലെ പോണ എവിടെയും കണ്ടാ? മറ്റേ ഗോഡ്സിൻ്റെ വെച്ച് കിങ് കിഡോറോ മറ്റേ ഉണ്ടല്ലോ അവരൊക്കെ കൂടെ ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നടാ മോനെ. അത് ഞാൻ കണ്ടു കുറച്ച് സ്റ്റിക്കർ വർക്കുകളായിട്ട്. പക്ഷെ ആ വണ്ടിക്കകത്ത് ആരും ഇല്ലായിരുന്നടാ മോനെ. ഞാൻ വിചാരിച്ചു നീ കണ്ണ് കാണാത്തോണ്ടല്ലോ അങ്ങനെ വല്ല ഹാലുസിനേഷൻ അങ്ങനെ ആയിരിക്കും. പക്ഷെ അതെന്താ നിന്റെ വണ്ടിയാണോ? എന്താ നിന്റെ വീട്ടിലുള്ള വണ്ടികൾക്കും വേറെ രീതിയിലൊക്കെ കിടക്കുന്നത്? മെർസിഡീസ് AMG ഒക്കെ ഉണ്ടല്ലോ. ആ വണ്ടി എവിടെ കൂടെ പോയാ? അതുപോലെ നമ്മൾ ഈ എയർപോർട്ടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒരൊറ്റ പോക്കായിരുന്നു. എയർപോർട്ടിന്റെ അങ്ങോട്ട് കേറുന്നുണ്ട്. ഓക്കെ ഏട്ടാ, താങ്ക്സ്. ഓടാ മോനെ. പെട്ടെന്ന് പോകാം. ഈ AMG സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എയർപോർട്ടിൻ്റെ അകത്തൂടെ അങ്ങനെ കയറി അങ്ങ് പോയെന്നാണ് പറയുന്നത്. ഒന്ന് പോയെന്ന് നോക്കി വേണ്ട നമുക്ക്
പോട്ടെ. എങ്ങനെ ഉണ്ടല്ലാരും? സുഖമായിട്ടൊക്കെ ഇരിക്കുന്ന? ആ ലൈക്കിൻ്റെ ബട്ടണൊക്കെ ഒന്ന് അമർത്തി തരാം കേട്ടോ. ഞാൻ അവിടെ എന്തൊരു ഒന്ന് ഞാൻ കണ്ടു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഒരു വണ്ടിയാണ് ഇത്. കണ്ടിട്ട് നമ്മളെ പച്ച കളർ ഇന്നോവ പോലെ ഉണ്ട്. അടുത്ത എപ്പിസോഡ് നമ്മൾ ആളിനെ കണ്ടുപിടിക്കുന്നതാണ്. അയാളാണോ നമുക്കൊന്ന് ഉറപ്പിക്കണം ഗൈസ്. ഇതുണ്ട് ഗൈസ്, ഇന്നോവയാണ് ഗൈസ്, നമ്മളെ ഇന്നോവ. നമുക്ക് ഈ കാര്യം തന്നെ നമുക്ക് യാഷിൻ്റെ അടുത്ത് വിളിച്ച് പറയണം ഗൈസ്. ഓക്കെ, ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ വിളിച്ച് പറയുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യമാണ് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവനൊക്കെ ഇതുവരെ കൂടെ രാവിലെ പോയതാണ് അവൻ്റെ ജോലിക്ക്. അവൻ പോയിട്ട് പിന്നെ അതൊക്കെ അവൻ വരുമ്പോഴും ആ വണ്ടി ഇങ്ങനെ ഒരു വണ്ടി എൻ്റെ ഇടയ്ക്ക് ഇല്ലായിരുന്നു എന്നാണ് ഈ അവൻ പറയുന്നത്. നമുക്ക് മാത്രമേ ഇത് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ ഗൈസ്. ആ ചേട്ടൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്തെങ്ങാനും കാണുമോ ഗൈസ്? എൻ്റെ കൂട്ടുകാരൻ വിളിക്കുന്നുണ്ടല്ലോ. നമുക്ക് കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം ഗൈസ്. ഇവിടെയൊക്കെ കാണും ഗൈസ്. ഈ ഒരു എയർപോർട്ടിൻ്റെ മാനേജറിൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കാം ഗൈസ്. നമ്മൾ എയർപോർട്ടിൻ്റെ മാനേജറിൻ്റെ നമ്മൾ ചോദിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ബുഗാട്ടി ചിറോൺ ഇവിടെ ആരോ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയെന്നാണ് ഈസ് പറഞ്ഞത്. നമ്മുടെ ബുഗാട്ടി ചിറോണല്ലേ ഈസ്? അതേ സാധനം ഗൈസ്. നമ്മളെ കൂട്ടുകാരൻ്റെ അടുത്തൊന്ന് അയച്ചു ചോദിക്കുമെങ്കിൽ സഞ്ജിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മൾ അഭിഷേക് വിളിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ ലംബോർഗിനി ഉറൂസ് അത് തന്നെയൊന്ന് പോയി നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ലംബോർഗിനി ഉറൂസ് ചിലപ്പോൾ അതാണോ നമ്മൾ പോയി നോക്കാൻ വേണ്ടി കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉറൂസ് പോയി നോക്കി തരാം. ഇവിടെ കുറേ വണ്ടികളൊക്കെ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു സ്ഥലമുണ്ട് ഗൈസ്. അവിടെ കാണുമോ എന്നാണ് അവൻ ചോദിച്ചിട്ടുള്ളത്. അവിടെയാണ് എനിക്ക് ലൊക്കേഷൻ കിട്ടിയിട്ടുള്ളത്. എൻ്റെ കൂട്ടുകാരനല്ലേ അവൻ പറഞ്ഞാലപ്പോൾ ഉറപ്പായിരിക്കും ഗൈസ്. നമ്മളെ വണ്ടിയിൽ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്നിടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെയാണ് ഗൈസ്. നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഞാൻ അവിടെ എന്തൊരു മിനിങ്ങുന്ന പോലെ ഞാൻ കണ്ടു ഗൈസ്. ഒന്ന് പോയി നോക്കി നോക്കാം ഗൈസ്. ഇനി നമ്മളെ വണ്ടിയല്ലേ ഗൈസ്? അല്ലെ ലംബോർഗിനി ഇത് ഉറൂസ്, ലാംബ് ഉറൂസ് ഗൈസ്. ഇത് സീന സാധനം ഗൈസ്. നമ്മൾ ഹാക്കായതുകൊണ്ട് അവനിക്ക് നമ്മളെ കേസ് നമുക്കിത് പ്രദീപിൻ്റെ അടുത്ത് സോഹിത്തിൻ്റെ അടുത്ത് ഓക്കെ നമ്മൾ സോഹിത്തിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതുവരെ സ്റ്റിയറിംഗ് വെച്ച് ഓടിച്ചിട്ടില്ല. എനിക്ക് കൺട്രോളൊന്നും അധികമായിട്ട് അറിയത്തില്ല സ്റ്റിയറിങ്ങിൻ്റെ. കേസ് നമ്മൾ നെക്സ്റ്റ് തന്നെ കയറി എനിക്ക് വണ്ടി ജസ്റ്റ് കൺട്രോൾ കിട്ടുന്നില്ല. എനിക്ക് വണ്ടിയുടെ കൺട്രോൾ കിട്ടുന്നില്ല ഗൈസ്. എൻ്റെ വണ്ടി പൊട്ടി ഗൈസ്. എൻ്റെ വണ്ടിയുടെ കൺട്രോൾ ആരും എടുക്കുകയാണ് ഗൈസ്. അമ്മച്ചി ഗൈസ് ഒരു ഞാനല്ലേ ചെയ്യുന്നത്. ഇതാരും ചെയ്യുന്ന ഞാനല്ല. നമ്മളൊരു ഡോറ് പോയിട്ടുണ്ട്. ഇടിച്ചങ്ങ് തേർപ്പിക്കണ ഇടിച്ചങ്ങ് മറിയണേ. നമ്മുടെ 3 വണ്ടികളും ഒരേ സ്ഥലത്താണ്. ഒരു ട്രയാങ്കിൾ പോലെയാണ് കിടക്കുന്നത്. അറിയത്തില്ല. നമ്മളെ വണ്ടി പല വണ്ടിയിലായിട്ട് ഇങ്ങനെ ഇടിച്ച് മറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ
നമുക്ക് നമ്മളെ വണ്ടിയും കാര്യം തന്നെ ഒന്ന് ശരിയാക്കാം ഗൈസ്. നമ്മളെ കയ്യിൽ ഇതാ കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളെ കയ്യിൽ കൺട്രോൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പൊന്നി ഗൈസ്, വേറെ ആരെയും കണ്ടാള്? എൻ്റെ പൊന്നു മക്കളെ, ഇത് സീൻ. നമുക്കിത് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഗൈസ് ഇവിടെ നിർത്താൻ പറ്റത്തില്ലെന്നാണ് സെക്യൂരിറ്റി പറയുന്നത്. ഇവിടെ നിർത്തി. ഓക്കെ, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സ്ഥലമാണ് ഗൈസ്, പ്രദീപിൻ്റെയാണ്. നമുക്ക് വണ്ടി ശരിയാക്കിയിട്ട് കാണാം. വണ്ടി ഇതാ നമുക്കിതാ വന്നിട്ടുണ്ട് ഗൈസ്, കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിക്കകത്തും കൂടെ കാര്യം തന്നെ ആരോ എന്തോ ഒരു ഇത് ഒരുമാതിരത്തെ ഒരു ദുർമന്ത്രവാദം പോലെയായിരുന്നു ഗൈസ് നമ്മളെ വണ്ടി. നമ്മളെ വണ്ടി നമ്മളിതാ കൊണ്ടുവരികയാണ് ഗൈസ്. നമ്മളെ വണ്ടിയുള്ളത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ വണ്ടികൾ വേണമെങ്കിൽ നഷ്ടപ്പെടും ഗൈസ്. അതുകൊണ്ട് നമ്മൾ അത്രയും ഹാപ്പി ആവണ്ട. പക്ഷെ നമ്മൾ ഇതുവരെ ആളാരാന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടില്ല. അപ്പോൾ ആളാരെന്ന് നമുക്ക് ഉറപ്പിക്കണ്ടേ മക്കളെ? ഉറപ്പിക്കണം ബോയ്സ്, നമുക്കൊന്ന് ഉറപ്പിക്കണം ബോയ്സ്. വണ്ടികൾ തിരിച്ചു വന്നിട്ടുണ്ട് ഈസ് ബോയ്സ്. എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ ഹാപ്പി ആയിട്ടിരിക്കും. ഗെയ്സ്, നമുക്കൊരു തമ്പനയിലിൻ്റെ ഒരു ഫോട്ടോ. ഓക്കെ, ഒരു ഫോട്ടോ നമ്മളിതാ എടുത്തിട്ടുണ്ട്. നമ്മളെ വണ്ടികളതാ ഇവിടെ സെറ്റപ്പായിട്ട് കിടപ്പുണ്ട്. പിന്നെ എനിക്കൊരു ഉറക്കമൊന്ന് ഉറങ്ങണം. എന്നിട്ട് ഈ വണ്ടികൾ നമുക്ക് ഗ്യാരേജിലോട്ടൊന്ന് പറഞ്ഞും കൂടെ അങ്ങ് വിടണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവരും ഗുഡ് ബൈ.